ഞാൻ നടന്നു തുടങ്ങിയ വിവരം ആരെ അറിയിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഉൾപ്പെടെ ഒരിടത്തും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എങ്കിലും താൻ ആരാധിക്കുന്ന നമ്മളെ സഹായിച്ച അയ്യപ്പസ്വാമിക്ക് നന്ദി പറയണം. അതിനു വേണ്ടിയിട്ട് ആളൊഴിഞ്ഞൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ കൈപിടിച്ച് ഞാനിവിടെ പോയിട്ടുണ്ട്. കുറച്ച് അകലെയാ. അവിടെ എന്തായാലും പരിചയക്കാരൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്കവിടെ പോകണം. അയ്യപ്പസ്വാമിയെ സാഷ്ടാംഗം നമിക്കണം. പരിചയക്കാരൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും പോവാൻ കണ്ണേട്ടാ. ഇന്ന് തന്നെ പോവാം. അത് മാത്രമല്ലടോ, ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലയിട്ടിരിക്കല്ലേ. അങ്ങനെയുള്ളപ്പോ ഇടയ്ക്കെങ്കിലും ഭഗവാനെ പോയിന്ന് തൊഴണ്ടേ? എല്ലാം ഭഗവാന്റെ അനുഗ്രഹം തന്നെയാ. അതിലുപരി ഞാൻ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അയ്യപ്പസ്വാമിയെയാ. ആ അയ്യപ്പസ്വാമിക്ക് മുന്നിലാ ഞാൻ എന്നും തിരിതെളിക്കുന്നത്. അതെനിക്ക് ഭഗവാൻ തന്നെ ദാനമായി തന്നതാണെന്ന എൻ്റെ വിശ്വാസം. താനത് വാങ്ങിയതല്ലേ? ആ അതെ. ആ വിഗ്രഹം കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എൻ്റെ അച്ഛൻ്റെ പിന്നിലിരുന്ന് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന അയ്യപ്പ വിഗ്രഹമാണ്. അതെനിക്ക് അധികം നേരം ചേർത്ത് പിടിക്കാൻ പറ്റിയില്ല. പിറന്നാളിൻ്റെ അന്ന് അച്ഛനൊപ്പം അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ ഞാൻ കൊടുത്തൊരു വെള്ളി രൂപയ്ക്ക് പകരമായിട്ട് ഒരമ്മ തന്നത് ആ വിഗ്രഹം. ആ അമ്മയെ വീണ്ടും കണ്ട കാര്യം ഞാൻ തന്നോട് പറഞ്ഞല്ലോ. വർഷങ്ങൾ ഒരുപാട് പോയിട്ടും ആ അമ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അതേ പ്രായം, അതേ നരച്ചമുടി, അതിലുപരി അന്നത്തെ അതേ ചിരി, സംസാരം. അവിടെയാണ് നമ്മൾ രണ്ടാളും കാണുന്ന അമ്മ ഒന്നാണോന്ന് ഞാൻ സംശയിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരിക്കൽ ആ വിഗ്രഹം നഷ്ടപ്പെട്ടപ്പോൾ ആ വിഗ്രഹം കൊണ്ടുതന്നത് ആ അമ്മയാ. നമ്മൾ അറിയാത്തതായി എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് കണ്ണേട്ടാ. അതെ, പക്ഷേ അങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയത് നമ്മൾ ഒന്നിച്ചതിന് ശേഷം. അങ്ങനെ നമ്മളെ ഒന്നിപ്പിക്കാൻ നിമിത്തമായത് ഭഗവാൻ തന്നെയാണെന്നാ എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മല കയറുന്നതിന് മുമ്പ് സ്വാമി വണങ്ങണമെന്ന്. നടന്നു തുടങ്ങിയത് ഭഗവാൻ അറിഞ്ഞു കാണും. എങ്കിലും ഇന്ന് നേരിട്ട് കാണട്ടെ. അതെ, ഞാനും കണ്ണേട്ടനും കാണുന്നത് ഒരേ അമ്മയെ തന്നെ ആകാനാ സാധ്യത. അങ്ങനെയെങ്കിൽ ആ അമ്മയാണ് ഭഗവാനെ കണ്ണേട്ടന് കൊടുത്തത്. എൻ്റെ കയ്യിൽ വന്നതും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒന്നിച്ചതും ഒക്കെ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചത് തന്നെ ആവണം. അങ്ങനെയെങ്കിൽ ഇനി ഒരു ശക്തിക്കും ഞങ്ങളെ വേർപിരിക്കാൻ കഴിയില്ല.